പൃഥ്വിരാജ് നമ്മുടെ മഞ്ജു വാര്യരെ ഒടിയൻ സിനിമ രണ്ടാമത് ഒരു ഒടിയനും കൂടി വരുന്നു എന്നേ ഉള്ളൂ. മോഹൻലാലിൻ്റെ ഒരു ഒടിയൻ വെച്ചിട്ട് നമ്മൾ ജനങ്ങളുടെ മേലാണ് ആ ഒടിയൻ വെച്ചത്. കാരണം എന്താ വെച്ചാൽ മോഹൻലാലിൻ്റെ മുഖം പോലും മാറ്റി പോകാൻ വേണ്ടി രീതി ചെയ്ത കുറേ ട്രീറ്റ്മെൻറ്റൊക്കെ കാരണം നമ്മൾ ഒടിയനെ ഇടതകാലം കൊണ്ട് അടിച്ച് ഓടിച്ചാണ് ഒടിയനെ. ഇപ്പോൾ രണ്ടാമത് ഒടിയൻ വരുന്നു. ഒടിയൻ എന്ന് പറഞ്ഞാൽ നല്ലൊരു കഥയാണ്. നല്ല രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ നല്ല കളക്ഷൻ വരും. ഇപ്പോൾ പൃഥ്വിരാജ് നല്ല രീതിയിൽ എടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു പടത്തിനെ കുറിച്ച് നല്ലത് പറയാനോ പൊട്ട പറയാനോ നമുക്ക് ഇപ്പോൾ സാധിക്കില്ല. ഇത് റിലീസ് ചെയ്തതിന് ശേഷം നമുക്ക് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. ചിലപ്പോൾ നല്ല രീതിയിൽ എടുത്താൽ നന്നാവും. ഇപ്പോൾ പൃഥ്വിരാജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ള ആക്ഷൻ സിനിമകളിൽ നിന്നൊക്കെ മാറി ഈ ഒടിയനിലേക്ക് വരാനുള്ള കാരണം ലോകയാണ്. ലോകയുടെ വിജയം കണ്ടിട്ട് മൂപ്പർക്ക് തല പെരുത്തിട്ടാണ് തോന്നുന്നത് ഇതിങ്ങനെ ഒരു മുത്തശ്ശികഥ എടുക്കുന്നത്. എന്തായാലും മുത്തശ്ശികഥ നന്നാവട്ടെ, ഒടിയൻ നന്നാവട്ടെ. എന്നിരുന്നാലും ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാനുണ്ട്. ഇത് സംസാരിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ മഞ്ജു വാര്യർ എങ്ങനെ ഈ പടത്തിലെ നായികയായി ഇത് നമുക്ക് ഒന്ന് അന്വേഷിക്കേണ്ടതുണ്ട്. കാരണം എന്താ വെച്ചാൽ മഞ്ജു വാര്യരെ ഇവിടുത്തെ സിനിമാ ലോകം മൊത്തം പരിഷ്കരണം, അതൊരു എല്ലാവരും അറിഞ്ഞിട്ടുള്ള പരിഷ്കരണമല്ല. അത് മഞ്ജു വാര്യർക്ക് അറിയാം, ഇവിടുത്തെ സിനിമാക്കാർക്ക് അറിയാം. മഞ്ജു വാര്യരെ ദിലീപ് ജയിൽ മോചിതനായി ഇവിടെ ഇറങ്ങി വന്നതിന് ശേഷം ഈ ഒരു പ്രശ്നങ്ങളിലൊക്കെ മുകളിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ജു വാര്യർ ഇവിടെ ഒരു ശരിക്കും പറഞ്ഞ ഒരു വിലക്ക്, ആ വിലക്ക് കാരണം മഞ്ജു വാര്യർ ഈ മലയാള നടന്മാരെ വേണ്ട, ഞാൻ തമിഴിലേക്ക് പോകാമെന്ന് പറഞ്ഞ് തമിഴും പരസ്യക്കായിട്ട് അങ്ങനെ ജീവിക്കുന്ന സമയമാണ്. ഇപ്പം മഞ്ജു വാര്യർക്ക് രണ്ടാമത് വന്നതിന് ശേഷം ഒറ്റ കഥാപാത്രം നല്ലത് കിട്ടിയിട്ടില്ല. ആ കിട്ടാത്തതിൻ്റെ കാരണം എന്താ? ഇവിടെ മലയാള സിനിമ ഒറ്റക്കെട്ടാ. ആ ഒറ്റക്കെട്ടായിട്ട് ദിലീപിൻ്റെ പിന്നിൽ തന്നെയാണ്. ദിലീപ് തന്നെയാണ് ഈ മലയാള സിനിമേനെ കൈവെള്ളയിലിട്ട് അമ്മാനമാടുന്നത് ദിലീപ് തന്നെയാണ്. അത് അന്നും ഇന്നും എന്നും അങ്ങനെ തന്നെ ആയിരിക്കാം. അതൊക്കെ ഇവിടെയുള്ള എല്ലാവരും ദിലീപിൻ്റെ പോക്കറ്റിലാണ്. ദിലീപ് ഇപ്പോൾ അമ്മയിലേക്ക് തിരിച്ചു വരാത്തതിൻ്റെ കാരണം ഇപ്പോൾ മഞ്ജു വാര്യരും പൃഥ്വിരാജുമാണെന്ന് പറയണത്. തിരിച്ചു വരാൻ നിൽക്കുന്ന സമയത്ത് ഇവർ എതിർത്തല്ലോ. പണ്ട് നമ്മുടെ പൃഥ്വിരാജിന് ഒരു വിലക്കുണ്ടായിരുന്നു അമ്മയെന്ന്. അതിൻ്റെ കാരണം ബഹു രസമാണ്. ഒരു കാര്യമില്ലാണ്ടതിന് ആ പാവത്തിനെ വിലക്കിയത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ദിലീപും നമ്മുടെ പൃഥ്വിരാജും കൂടിയിട്ട് അവർ തമ്മിലുള്ള വഴക്ക് തുടങ്ങിയിട്ട് കാലം കുറേയായി. പൃഥ്വിരാജിൻ്റെ ഉയർച്ച, പൃഥ്വിരാജിൻ്റെ വരവ് കണ്ടിട്ട് ദിലീപിന് ഭയമായി. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത സൂപ്പർ സ്റ്റാർ നമ്മുടെ പൃഥ്വിരാജ് ആവുമോ എന്നുള്ളൊരു ഭയം വന്നു. അപ്പോൾ ഇവർ രണ്ടുപേരുള്ള ഈഗോ കാരണം രണ്ടുപേരെ പടം റിലീസാകുമ്പോഴും ഇവർ രണ്ടുപേരും ഫാൻസുകാരെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് പടത്തിന് പോവലും വാൾ പോസ്റ്റ് കയറലും ഇതൊക്കെ ഒരുപാട് നടന്നിട്ടുണ്ട്. ഒരുപാട് പാരവെപ്പ് നടന്നിട്ടുണ്ട്. പൃഥ്വിരാജിന് നല്ല കഥാപാത്രങ്ങൾ കിട്ടുമ്പോൾ അത് തടയാനായിട്ട് ദിലീപ് നിന്നിട്ടുണ്ട്. ദിലീപിൻ്റെ നല്ല കഥാപാത്രം വരുമ്പോൾ അതിന് ഈ പൃഥ്വിരാജ് പാര വെച്ചിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് ഈ സത്യത്തിൽ അറിയില്ല. പക്ഷേ ദിലീപിൻ്റെ കാര്യത്തിൽ നമുക്ക് വ്യക്തമായിട്ട് അറിയാം. അത് എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ പൃഥ്വിരാജ് ഒരുപാട് ആരാധകരുണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഈ ആക്ഷൻ കിങ്ങുകൾക്ക് ഒരുപാട് ആരാധകരുണ്ടാവും. ഞാൻ വരെ പൃഥ്വിരാജിൻ്റെ ആരാധകനാണ്. എനിക്ക് ദിലീപ് നമ്മുടെ രാജുവിൻ്റെ ഫൈറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നാൽ ദിലീപിൻ്റെ തമാശയും ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ആ ഫൈറ്റ് കാണാനായിട്ട് ഒരുപാട് ആൾക്കാർ കയറും. നമ്മുടെ രാജു ശരിക്കും പറഞ്ഞ് അഭിനയിച്ചു എന്ന് പറയാനായിട്ട് ഒരു പടം ഇതുവരെ കിട്ടിയിട്ടില്ല. ആകെ ഒരു പടം കിട്ടിയിട്ടുള്ളൂ. അത് ഞാനൊരു 10 പ്രാവശ്യം 15 പ്രാവശ്യം 20 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. വാസ്തവം എന്ന് പറഞ്ഞൊരു പടം പത്മകുമാർ സംവിധാനം ചെയ്തൊരു പടമാണത്. അതിന് നമ്മുടെ സംസ്ഥാന അവാർഡ് വരെ കിട്ടിയുള്ളൊരു പടം. അത്രയും നല്ലൊരു പടമാണ്. അതുപോലൊരു സിനിമ പിന്നെ ആടുജീവിതം നമ്മുടെ ഈ ഓസ്കാറിന് നോമിനേറ്റ് കിട്ടും എന്ന് വിചാരിച്ച് ചെയ്തതാണ്. പക്ഷേ അതിന് ചുക്കും ചുണ്ണാമ്പും കിട്ടിയില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെ ഒരു ഡ്രാമ, ഒരു ബാല പോലെയുള്ള ഒരു സിനിമയായിട്ട് മാറി. അതിന് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട ദിവസങ്ങളൊക്കെ വെറുതെ പോയി. ആ പടം നഷ്ടത്തിലുമായി. അപ്പോൾ പൃഥ്വിരാജിന് നല്ലൊരു സിനിമയ്ക്ക് വേണ്ടി പൃഥ്വിരാജ് കാത്തിരിക്കുക. അപ്പോഴാണ് ഈ ഒടിയൻ്റെ കാര്യം വരുന്നത്. അപ്പോൾ ഒടിയൻ നല്ല രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ അതേപോലെ തന്നെ മഞ്ജു വാര്യർക്ക് ഒരു എൻട്രി. അതിവിടെയുള്ള മലയാള സിനിമകളുടെ തലതൊട്ടപ്പന്മാർക്കുള്ള ഒരു മുഖത്തുള്ള ഒരു അടിയാണത്. മഞ്ജു വാര്യരെ ശരിക്കും പറഞ്ഞാൽ ഈ സിനിമയിൽ കൊണ്ടുവരുന്നതിൽ പല ആൾക്കാർക്കും നെറ്റ് ചുളിപ്പുണ്ട്. കാരണം മഞ്ജു വാര്യർ തമിഴിൽ പോയി അവിടെ പോയി നല്ല റോളൊന്നും കിട്ടണില്ല. അവിടെ വെറും കൂതറ റോളുകളായി കിട്ടണത് നമ്മൾ കാണാറുണ്ടല്ലോ. നമ്മൾ ഇവിടെ തിയേറ്ററിലൊന്നും വരുന്നില്ല പടങ്ങളൊക്കെ, OTT-യിലേക്ക് നമ്മൾ കാണുന്നത് അത്. അപ്പോൾ അത്രയും മോശമായിട്ടുള്ള പെർഫോമൻസ് മഞ്ജു വാര്യർ കാണിക്കുന്നത് അവിടെ. അപ്പോൾ അതിനൊരു എൻട്രി. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു പ്രശ്നം ഇതിനു മുമ്പ് ഉണ്ടായപ്പോൾ അതിനെപ്പറ്റി വിശദമായി നമ്മൾ പറയുന്നില്ല. ആ പ്രശ്നം ഉണ്ടായപ്പോൾ അതിനെ ശക്തമായി എതിർത്ത ഒരാളാണ് നമ്മുടെ രാജു എതിർക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സുകുമാരൻ്റെ ഒരു രക്തമാണല്ലോ. ആ രക്തം എന്തായാലും തിളയ്ക്കും. ആ രക്തം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശക്തമായുള്ള നിലപാടുകൾ എടുക്കാനും ശക്തമായുള്ള നിലപാടുകൾ പറയാനും കഴിവറ്റ ഒരു വ്യക്തിയാണ്. നടനല്ല ഞാൻ പറയണത്, കഴിവറ്റ ഒരു മനുഷ്യനാണ്. തെറ്റ് കണ്ടാൽ തെറ്റിൻ്റെ ആണ് അത് തെറ്റാണ്. ആ തെറ്റ് ചെയ്ത ഏത് രാജാവ് തെറ്റ് ചെയ്താലും വിളിച്ചു പറയുന്ന ഒരു സ്വഭാവക്കാരനാണ് രാജുവിൻ്റെ അമ്മയും മല്ലിക ചേച്ചിയും അങ്ങനെ തന്നെയാണ്.
അതിന് ഒരുപാട് വില കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് നമ്മുടെ രാജുവിന് ഇപ്പോൾ കഴിഞ്ഞ പടം തന്നെയുണ്ട് വിലായത്ത് ബുദ്ധ. അതിന് പടം ഒരുവിധം കുഴപ്പമില്ലാത്തൊരു പടമാണ്, അതുപോലെ തരക്കേടില്ലാത്തൊരു പടമാണ്, നല്ല ഫൈറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്, കുറേ ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞ് നല്ലൊരു സിനിമ ആക്കാടുന്നു. നമ്മുടെ ഷെമ്മി തിലവൻ്റെയൊക്കെ അവാർഡ് കിട്ടാമെന്നുള്ള അഭിനയമൊക്കെ അഭിനയിച്ച ഒരു പടമാണ് അത്. ആ പടത്തിന് ഇവിടെ ജനങ്ങൾ തട്ടിക്കളയാനുള്ള കാരണം എന്താ? ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് PR വർക്കൊക്കെ നടക്കുന്നുണ്ട്, അതുകൊണ്ടാണല്ലോ അതങ്ങനെ വന്നത്. പിന്നെ രാജുവിന് പേടിയായി, എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയൊരു പടം വന്നു കഴിഞ്ഞാൽ എങ്ങനെ അത് ഏറ്റെടുക്കും, ജനങ്ങൾ ഏറ്റെടുക്കുന്ന ഒരു പടം വേണം എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഒടിയൻ എന്ന് പറഞ്ഞുള്ള ഒരു പടം ഇപ്പോൾ അനൗൺസ് ചെയ്തതും. ആ ഒടിയന് വേണ്ടിയിട്ട് 2-3 പ്രൊഡ്യൂസർമാരാണത്. അതിന് എത്ര കാശ് ചെലവ് ചെയ്യാനും ഈ മോഹൻലാലിൻ്റെ ഒടിയൻ പോലെ ആവാണ്ടിരിക്കാനും അവർ ശ്രദ്ധിക്കും. അതിൽ 100% അത് സത്യമാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഒടിയൻ ഇവിടെ പൊളിഞ്ഞ് 8 നിലയിൽ പൊട്ടിയിരിക്കുക. അപ്പോൾ ഇനി ഒരു ഒടിയൻ വരുമ്പോൾ അതിൻ്റെ കഥയും ചൊവ്വല്ല, ഡയറക്ടറും ചൊവ്വല്ല, അതുകൊണ്ടൊക്കെയാണ് ആ പടം അങ്ങനെ ആയത്. മോഹൻലാലിന് പറ്റിയ ജീവിതത്തിൽ പറ്റിയ അബദ്ധങ്ങളിലൊന്നൊക്കെയാണ് ആ ഒടിയൻ. പക്ഷേ ഇതെന്തായാലും പൃഥ്വിരാജ് ഭയങ്കര ബുദ്ധിയുള്ളവനാണ്, അതുകൊണ്ട് ബുദ്ധിപരമായിട്ട് ചെയ്തിട്ട് അത് നല്ല രീതിയിൽ എത്തിക്കും എന്നുള്ള പ്രതീക്ഷ എനിക്കുണ്ട്. കാരണം എന്താ വെച്ചാൽ ഈ മുത്തശ്ശി കഥകളോടൊക്കെ, ലോക പോലെയുള്ള മുത്തശ്ശി കഥകളും യക്ഷി കഥകളൊക്കെ നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെ ഒരു ലൈനിലേക്ക് രാജു വരണേൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരേ പാറ്റേണിൽ പടങ്ങൾ ചെയ്ത് പോകുന്നത് ശരിയല്ല, അതൊരു നടന് പറ്റിയ കാര്യമല്ല. നടന് അഭിനയിക്കാനുള്ള കഴിവുള്ള കഥാപാത്രങ്ങൾ രാജുവിന് കിട്ടിയിട്ടില്ല. രാജുവിനെ അന്വേഷിച്ച് വരുന്നത് മുഴുവൻ ഈ ആക്ഷൻ കിങ് പോലെയുള്ള സാധനങ്ങളാണ്. അതിൽ മാത്രം ഒതുങ്ങി നിന്നാണ് രാജുവിന് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം. അതിൽ നിന്ന് മാറി ചിന്തിച്ചപ്പോഴൊന്നും ആൾക്കാർ അത് അംഗീകരിച്ചില്ല, അത് വേറെ കാര്യം. പക്ഷേ ഒടിയൻ എന്ന് പറഞ്ഞ കഥ നല്ല രീതിയിൽ കൊണ്ടുവന്നാൽ, നല്ല രീതിയിൽ ചെയ്താൽ ഇത് ലോക പോലെ ഒരു മെഗാ ഹിറ്റ് അടിക്കുക എന്നുള്ളൊരു പടമാണ്. അത് നല്ല രീതിയിൽ ചെയ്താൽ, അല്ലെങ്കിൽ ഞാൻ തന്നെ ചിലപ്പോൾ റിവ്യൂവിൽ ഞാൻ തന്നെ ചിലപ്പോൾ തൊലി പൊളിച്ച് കളയും, അത് വേറെ കാര്യം. അത് പടം കണ്ടതിന് ശേഷം നമുക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷേ രാജു ഒരുപാട് ഫൈറ്റ് ചെയ്തിട്ടാണ് ഇവിടെ വരെ എത്തിയത്. അന്ന് ഈ അമ്മയൊക്കെ വിലക്കോട് കൂടിയിട്ട് രാജുവിൻ്റെ കൂടെ ആകെ ഉണ്ടാടുന്നത് വിനയൻ സാറ് മാത്രമാണ്. വിനയൻ സാറാണ് അന്ന് സിനിമയൊക്കെ കൊടുക്കുന്നത്. അന്ന് വിനയൻ സാറ് അത്ഭുത ദ്വീപ് എടുക്കുന്ന സമയമാണ്. വലിയ ഇവിടെ അത് മലയാള പത്രങ്ങളൊക്കെ വലിയ കളർ ഫോട്ടോ വെച്ചിട്ടാണ് മലയാള മനോരമ, മാതൃഭൂമി പത്രത്തിലൊക്കെ പൃഥ്വിരാജിനെ വിലക്കി. പൃഥ്വിരാജിന് മലയാള സിനിമയിൽ ഉണ്ടാവില്ല, പൃഥ്വിരാജ് എന്ന് പറഞ്ഞൊരു നടൻ മരിച്ചു, ഇനി ഈ മലയാള സിനിമയിലേക്ക് ഇനി കയറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് വലിയ പരസ്യം എന്നൊക്കെ വലിയ ഫോട്ടോ വെച്ചിട്ട് വന്നത്. പൃഥ്വിരാജിന് അതൊക്കെ കഴിവുള്ള വ്യക്തികൾക്ക് അതൊന്നും ഒരു വിഷമമില്ല. അത് നമ്മൾ സൂര്യനെ കൈകൊണ്ട് മറയ്ക്കാൻ നോക്കിയിട്ട് കാര്യമില്ലല്ലോ, അത് സുകുമാരൻ്റെ രക്തമല്ലേ. അപ്പോൾ അതുകൊണ്ട് എന്തുണ്ടായി, മൂപ്പര് നമ്മുടെ വിനയൻ്റെ സ്ഥിരം എല്ലാ പടത്തിലും നായകനായി. പടങ്ങളൊന്നും വലിയ കുഴപ്പമില്ലാണ്ട് ഓടുകയും ചെയ്തു. നമ്മുടെ ഒരാളെ വിലക്കിയതൊന്നും ജനങ്ങൾക്ക് അതൊന്നൊരു വിഷയമല്ല. ജനങ്ങൾക്ക് നടനാണ് ജനങ്ങൾ ഇഷ്ടപ്പെടുന്നത്, സുകുമാരൻ്റെ മകനാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് വിലക്കൊന്നും നമ്മുടെ ജനങ്ങളുടെ ഇടയിൽ ഏൽക്കില്ല. അതൊക്കെ നിങ്ങളുടെ ഓരോ വൃത്തികെട്ട പരിപാടികളതൊക്കെ. ഈ വിലക്കൊക്കെ ഒരു കലാകാരനെ വിലക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് കഴുത്തിൽ കത്തി വയ്ക്കുന്നതിന് തുല്യമാണത്. അദ്ദേഹം അതുകൊണ്ട് ജീവിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന് വിലക്കാൻ നിങ്ങൾക്ക് എന്ത് അവകാശമുള്ളത്? ഒരു സംഘടനയ്ക്ക് എന്ത് അവകാശമുള്ളത്? അദ്ദേഹത്തിൻ്റെ ജോലിനെ തടസ്സപ്പെടുത്തുക ചെയ്യുന്നത്. അത് ചെയ്യാൻ പാടില്ലത്. ഒരു കലാകാരനോട് ഒരിക്കലും നിങ്ങൾ ചെയ്യാൻ പാടില്ല. ഒരു വിലക്കെന്ന് പറഞ്ഞ സാധനം ഒരു കലാകാരനെ വെക്കരുത്. എന്നിട്ട് അയാളെ മൊത്തം സിനിമയിൽ നിന്ന് അങ്ങോട്ട് വാനിഷ് ചെയ്യുക. എന്ത് വിഷമമുണ്ടാവുന്ന അറിയാം അവരുടെ കുടുംബത്തിനും ആ ഒരു നടന് എന്ത് വിഷമമുണ്ടാവും, എത്ര കഷ്ടപ്പാടുണ്ടാവും അവർക്ക്. അവരതുകൊണ്ട് ജീവിക്കുകയല്ലേ. അപ്പോൾ കോടികളുണ്ടായതിൻ്റെ ഒക്കെ ആയിരിക്കും, അത് കഷ്ടപ്പാടിൻ്റെ മൂല്യമാണത്. ആ കഷ്ടപ്പാടെന്ന് പറഞ്ഞ് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് പൃഥ്വി ഈ നിലയിലെത്തിയത്. അതിനിപ്പോൾ ആരും അസൂയപ്പെട്ടിട്ടോ കുശുമ്പ് കൂടിയിട്ടോ ഒന്നും ഒരു കാര്യമില്ല. ദിലീപിന് കുശുമ്പ് വന്നിട്ടും കാര്യമില്ല. അദ്ദേഹത്തിന് കിട്ടേണ്ടത് അദ്ദേഹത്തിന് കിട്ടും. എന്നാൽ അദ്ദേഹത്തിൻ്റെ പോലെ വളർച്ച അദ്ദേഹത്തിൻ്റെ ചേട്ടനുണ്ടായാലും ഇന്ദ്രജിത്തിനുണ്ടായില്ലല്ലോ. അതെന്താണ്? അത് ഇങ്ങനെ ചില നിലപാടുകളുണ്ട്. ആ നിലപാടിൽ ഉറച്ചു നിന്ന വ്യക്തിയാണ് നമ്മുടെ പൃഥ്വിരാജും അതുപോലെ തന്നെ മഞ്ജു വാര്യരും. അതേ നിലപാടിൽ ഇനി അവരിപ്പോഴും നിൽക്കുന്നത്. ഈ ആരെ മുഖത്ത് നോക്കിയിട്ടായാലും കാര്യങ്ങൾ പറയും. രാജാവ് നഗ്നനാണെന്ന് വിളിച്ച് പറയാൻ ഒരു മടിയില്ലാത്ത നടനാണ് രാജു. ആ രാജുവിനെ ഇവിടെ തളയ്ക്കാൻ നോക്കിയിട്ട് പറ്റിയില്ല. വിനയൻ അതിന് ഒപ്പം നിന്നു. അതുപോലെ തന്നെ തമിഴ് സിനിമ കട്ടയ്ക്ക് നിന്നു. അന്നത്തെ കാലത്ത് പൃഥ്വിരാജ് തമിഴിൽ അഭിനയിച്ച എല്ലാ പടങ്ങളും ഹിറ്റാണ്. 100 ദിവസം കളിച്ച പടങ്ങളൊക്കെ ഗംഭീര പടങ്ങളാണ് എല്ലാം കളിച്ചത്. അപ്പോൾ അങ്ങനെയൊന്നും ഒരു നടനെ തളർത്താനായിട്ട് ഇവിടെ പറ്റില്ല. അതുപോലെ തന്നെ തിലകനെ തളർത്താൻ നോക്കി പറ്റിയ തിലകൻ്റെ നാവൊന്നും അടക്കാനായിട്ട് ഒരാൾക്കും സാധിക്കില്ല. അപ്പോൾ ഒരു മധുരം നമുക്ക് പറഞ്ഞോടത്തേക്ക് തന്നെ എത്താം, ഒടിയിലേക്ക് തന്നെ എത്താം. അതുപടിയുള്ള ആൾക്കാർക്ക് ഒരു മധുര പ്രതികാരമാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ദിലീപിന് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ചങ്കിലൊരു കൊത്താണ്. കാരണം ഇന്ന വരെ ദിലീപും
നമ്മുടെ പൃഥ്വിരാജും തമ്മിൽ ഒരുമിച്ച് ഒരു പടത്തിന് വേണ്ടി ഒരു പ്രൊഡ്യൂസർമാർ വന്നിട്ടുമില്ല, ഒരു ഡയറക്ടറിന് വേണ്ടി ചെയ്തിട്ടുമില്ല, ഒന്നുമില്ല. കാരണം ഇവർ തമ്മിലുള്ള ഇടയിലുള്ള പ്രശ്നങ്ങൾ അവർക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ആരും അതിന് തുനിഞ്ഞിട്ടില്ല. അപ്പോൾ ദിലീപ് എന്ന് പറഞ്ഞൊരു നടന് പൃഥ്വിരാജ് എന്ന് പറഞ്ഞ നടൻ്റെ വളർച്ച സഹിക്കാൻ പറ്റിയില്ല. അതോടുകൂടി ഇങ്ങനെ കുറേ കളികളൊക്കെ അതിൻ്റെ ഇടയിലുണ്ട്. അതൊന്നും പറയാൻ നമുക്ക് നേരമില്ല, അതൊക്കെ അവിടെ എടുക്കട്ടെ. ഇപ്പോഴത്തെ കണ്ടീഷൻ നമുക്ക് പറയാം. ഇപ്പോൾ പഴയ കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് ഒരു കാര്യമില്ലല്ലോ. അപ്പോൾ ഇപ്പോഴത്തെ കണ്ടീഷൻ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പൃഥ്വിരാജ് ഈ ഒരു കഥാപാത്രത്തിനെ മഞ്ജു വാര്യരെ കേരളത്തിലേക്ക് നല്ലൊരു കഥാപാത്രമായിട്ട് കൊണ്ടുവരാനുള്ള എല്ലാ ലക്ഷണവും ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ മഞ്ജു വാര്യരെ ഒരു വലിയ തിരിച്ചുവരവ് തന്നെ നടക്കും ആ ഈ ഒരു സിനിമയിൽ. ഒടിയിൽ ഞാൻ പ്രതീക്ഷിക്കുന്നു. നല്ല രീതിയിൽ മഞ്ജു വാര്യർ ചെയ്യാത്തത് കൊണ്ടാണ് മറ്റൊടിയിൽ മഞ്ജു വാര്യർ വെറും സീറിയായി പോയത്. മോഹൻലാലും സീറിയായി പോയി. പക്ഷെ അതൊക്കെ കണ്ട് അതിൻ്റെ പാകപ്പഴകളൊക്കെ തീർത്ത് അതിഗംഭീരമായുള്ള ഒരു സിനിമയായി മാറും ഒടിയൻ എന്ന് നമുക്ക് 100% ഉറപ്പുണ്ട്. അതുപോലെ തന്നെ ഇവിടെ മലയാള സിനിമയ്ക്ക് മുഖത്തേറ്റ വലിയൊരു തിരിച്ചടിയാണ്. മോഹൻലാലിൻ്റെ നായികയായിട്ട് പല പടങ്ങളിലും മഞ്ജു വാര്യർ വരേണ്ടതാണ്, മമ്മൂട്ടിയുടെ നായികയായിട്ട് വരേണ്ടതാണ്. പക്ഷെ അതൊക്കെ ഇവിടെ തടയപ്പെട്ടു. ആരാണ് തടഞ്ഞത് എന്താണെന്ന് നമുക്കറിയില്ല. ഒക്കെ ഫീൽഡിൽ നിന്ന് അറിയാം, ഓരോരുത്തർ പറഞ്ഞു കേട്ടാണ് നമുക്ക്. അതുകൊണ്ടാണ് ഇവിടെ നടക്കുന്നതും. മഞ്ജു വാര്യർക്ക് ഒരു സിനിമയിലില്ല, ഒക്കെ തമിഴിലല്ല വരുന്നത്. അപ്പോൾ എന്താണ് ഇവിടുത്തെ കാര്യം, തമിഴ് നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളെല്ലാവരും നമ്മുടെ പൃഥ്വിരാജിൻ്റെ ഒടിയിന് വേണ്ടി കാത്തിരിക്കുന്നു. ഒടിയിന് എല്ലാവിധ ആശംസകളും നേരുന്നു. നിങ്ങൾ നല്ല രീതിയിൽ എടുക്കുക, നല്ല തിരക്കഥയായിരിക്കണം. ഒടിയൻ എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഓരോരുത്തരുടെ മനസ്സിലും ഒരു മുത്തശ്ശി കഥ ഉൾക്കൊണ്ടിട്ടുണ്ട്. പണ്ട് നടന്നൊരു കഥയാണത്. പണ്ട് ഇതുപോലെ ഒടിയന്മാരുണ്ടായിരുന്നു. ആ ഒടിയന്മാർ പല ശത്രുക്കളും നമുക്ക് ഇപ്പോൾ ഇന്നൊക്കെ ഗുണ്ടകളെ കൊണ്ടുവന്നിട്ട് നമ്മൾ അടിക്കലും കാശുള്ളവർ ദേഷ്യമുള്ളവരെ ഗുണ്ടകളെ കൊണ്ടുവന്ന് തീർക്കല പണി. പണ്ടത്തെ കാലത്ത് അങ്ങനെയല്ല, ഗുണ്ടകളില്ല. ഗുണ്ടകളിന് പകരം ഈ ഒടിയന്മാരാണ് ചെയ്യുന്നത്. അത് അവർക്ക് ഈ ഗുണ്ടകളെ പോലെ തന്നെ അവരൊരു ദിവസം മരുന്നുകളൊക്കെ ഉണ്ട്. ആ മരുന്നുകളൊക്കെ അവരെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വായിൽ ഈ സൈഡിൽ വെക്കുന്ന പറയാം. എന്നിട്ട് അവർക്ക് പോത്താവാം, എരുമിയാവാം, ആടാവാം, പട്ടിയാവാം. അതായിട്ട് അവർ നൂല് വസ്ത്രം ഇല്ലാണ്ട് ഈ ശത്രുക്കൾ വരുന്ന അവർ പറഞ്ഞ കാശ് മേടിച്ച ആ വ്യക്തികളുടെ ശത്രുക്കൾ വരുമ്പോൾ ആ വഴിയിൽ ചെന്ന് നിൽക്കും. എന്നിട്ട് അവർ ആടായിട്ട് നിൽക്കും. എന്നിട്ട് അവരെ കൊല്ലലാണ് പതിവ്. അതാണ് അന്നത്തെ ഒരിത്. പക്ഷേ ഈ ഒടിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഈ ഒടിയന്മാരുടെ മരണം വളരെ വളരെ ഭീകരമായിരുന്നു എന്നാണ് പറയണത്. അങ്ങനെ ഒരുപാട് കഥകളുണ്ട്. അതെല്ലാം ഇതിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പുതിയ കഥകൾ വെച്ചുകൊണ്ടും നിങ്ങൾ എന്തൊക്കെ കഥകൾ ഇതിൽ വെച്ചാലും ലോക പോലെ നമ്മൾ അംഗീകരിക്കും പ്രേക്ഷകരിപ്പോൾ ഇങ്ങനെ ഒരു ലോകത്താണ് ജീവിക്കുന്നത്. ഇങ്ങനെയുള്ള പടങ്ങൾ ഒരു കാരണവശാൽ ഈ തലമുറ കൈവിടുന്നില്ല. അത് കണ്ടറിഞ്ഞുകൊണ്ട് നിങ്ങൾ നല്ല സിനിമ ആയി ഈ ഒടിയൻ എടുത്താൽ 100% വിജയം നിങ്ങളുടെ കൂടിയാണ്. പോരാത്തതിന് എന്ത് കഷ്ടപ്പാടും സഹിക്കാൻ വേണ്ടി തയ്യാറായിട്ടുള്ള ഈ പടത്തിൻ്റെ പ്രൊഡ്യൂസറായിട്ട് ഒരു പ്രൊഡ്യൂസർ പൃഥ്വിരാജ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് കാശിനൊരു കുഴപ്പമില്ല നിങ്ങൾക്കപ്പോൾ. നമുക്ക് എത്ര കാശ് ചെലവ് ചെയ്താലും നിങ്ങൾ തിരക്കഥയാണ് നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കേണ്ടത്. ആ തിരക്കഥയിലാണ് ഈ സിനിമയുടെ ആകെ ടോട്ടലാലിറ്റി ഉള്ളത്. അത് ശ്രദ്ധിച്ചാൽ ഈ പടം 100% ലോകേനെ കവർ ചെയ്യാം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങൾക്കായിരിക്കട്ടെ ഇന്നത്തെ ഗുഡ് സെലു.